റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രാർത്ഥനാ നിമഗ്നരായി ഇരുന്നതും നിരന്തരം പ്രാർത്ഥന തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച 3 ദിവസങ്ങളായി ഇരുന്നിരുന്ന് പ്രാർത്ഥിച്ചു. ബുധനാഴ്ച അസറോടുകൂടിയാണ് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉണ്ടായത് എന്നാണ് ചരിത്രങ്ങളൊക്കെ കാണുന്നത്. അപ്പോ അങ്ങനെ ഇരുന്ന സ്ഥലമാണ് മസ്ജിദ് ഫതഹ് എന്നാണ് ആ സ്ഥലത്തിന്റെയും പള്ളിയുടെയും പേര്. അതിന് താഴെ മസ്ജിദ് സൽമാൻ ഫാരിസി ഉണ്ട്, മസ്ജിദ് ഉമർ അൽ ഖത്താബ് ഉണ്ട്, മസ്ജിദ് അലി ഇബ്നു അബി താലിബ് ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ ഓരോ പള്ളികളൊക്കെ കാണാം. അവിടെയൊക്കെ നമുക്കറിയാലോ ആ ഒരു മതിലിന്റെ, അതായത് ഘടകിന്റെ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളും മദീനയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആഭാരവൃദ്ധം ജനങ്ങൾ, ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ പുരുഷന്മാരെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് 10,000-ത്തിലധികം ശബ്ദസൈന്യവുമുണ്ട്. അപ്പോ മുസ്ലിങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നിടത്ത് ഓരോരുത്തരും തമ്പടിച്ച ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണെന്നാണ് പറയപ്പെടുന്നത്. സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്യാങ്, അങ്ങനെയുള്ള ഓരോ ബറ്റാലിയൻ ഉണ്ടാവും. യുദ്ധത്തിലെ ഓരോരുത്തരുടെ നേതൃത്വത്തില് ഓരോ ടീമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കി വെക്കാറുണ്ട്. ഓരോരുത്തരുടെയും ക്യാപ്റ്റൻസി അത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. ഓരോരുത്തർക്ക് ഓരോ ടീം ലീഡേഴ്സ് ഉണ്ടാവും. അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു ക്യാമ്പ് ചെയ്ത സ്ഥലത്തായിരുന്നു അത്ര ആ പള്ളി ഉണ്ടായിരുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ചെയ്തിരുന്ന ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലത്ത് അത്ര ആ പേരിലുള്ള പള്ളി ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആ കോമ്പൗണ്ടിൽ തന്നെ 7ഓളം പള്ളികൾ ഉണ്ടായിരുന്നു പറയപ്പെടുന്നത്. മസ്ജിദ് ഫാത്തിമ എന്ന് പറയുന്നത് മസ്ജിദ് സഅദ് ഇബ്നു മുആദ് എന്നും അറിയപ്പെടാറുണ്ട് എന്നാണ് നമ്മുടെ വായനയിൽ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മസ്ജിദ് നബവിയുടെ പരിസരത്ത് 4-5 പള്ളികളുണ്ട്. മസ്ജിദ് ഖബാബ, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, അലി ഇബ്നു അബി താലിബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഏകദേശം 310 നമ്പർ ഗേറ്റിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറെ പള്ളികളും നിങ്ങൾക്ക് നടന്നു കാണും. ഞാൻ നിങ്ങളോട് തുടക്കത്തിലെ പറയുന്നത് മദീനയുടെ ഓരോ മണൽത്തരികൾക്കും ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ട്. മദീനയുടെ പള്ളിയുടെ മുറ്റം എന്ന് പറഞ്ഞാൽ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ, നിരവധി ഇസ്ലാമിക വിജയങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത, നിരവധി ഇസ്ലാമിന്റെ ശത്രുക്കളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും കടന്നു വരികയും ഷഹാദത്ത് കലിമയും ചൊല്ലിയ നിരവധി ആൾക്കാർ ബന്ദിയാക്കപ്പെട്ട ഒരു സംഭവ ബഹുലമായ ഒരു ഏരിയയാണ് മസ്ജിദ് നബവിയും അതിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ. നാം ഇന്ന് കാണുന്ന സൗകര്യങ്ങളും ആ അമ്പരചുംബിയായ മസ്ജിദൊന്നും അക്കാലത്തില്ല. നമുക്കറിയാം. അതിൽ ആ പള്ളിക്കകത്ത് കയറിയാൽ നിങ്ങൾ മുമ്പ് വന്നാക്കൊക്കെ അറിയാൻ പറ്റും. അതിൽ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാ ഹദ് മസ്ജിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പഴയ പള്ളിക്കകത്ത് കയറിയാൽ ചില തൂണുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ പള്ളി ഇവിടം വരെയാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് തന്നെ മാബൈന ബൈതീവ മിമ്പരി റൗദത്തും റിയാദിൽ ജന്ന, എന്റെയും എന്റെ വീടിന്റെയും എവിടെ അങ്ങനെ തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കബറി എന്ന സാധനം പ്രയോഗിക്കാറുണ്ട്, അത് ശരിയല്ല. മാബൈന ബൈതീവ മിമ്പരി, എന്റെ വീടിന്റെയും മെമ്പറുടെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. റൗളയിൽ നിരവധി തൂണുകളുണ്ട്. ഓരോന്നിന്റെ പേരുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. സ്ഥാനത്ത് ആയിഷ, ഇങ്ങനെ കുറെ പേരുകളുള്ള തൂണുകൾ. അങ്ങനെ ഓരോ സംഗതികളും രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ക്ലിപ്തമായ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഒരു പള്ളിയും പരിസരവുമാണ് ആ പള്ളി അടങ്ങുന്ന നാടുമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഖന്തഖില് ഇത്തരം ആൾക്കാർ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് പിന്നീട് പള്ളിയാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ഇതാണ് ഖന്തഖുമായി ചെറിയ സംഗ്രഹമായ ചരിത്രങ്ങൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അവരുടെ യഹൂദികളുടെ ചതിയെ പറ്റിയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അടുക്കുന്നതിലുണ്ടായിരുന്ന യുദ്ധ നീക്കങ്ങളെ പറ്റി കുറെ സംസാരിക്കാറുണ്ട്. നമ്മുടെ സമയങ്ങൾ വളരെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ പോകുന്നത് ഇതായും ഈ വലതു ഭാഗത്ത് കാണുന്നതാണ് ജുർഫ് മല. ഞാൻ പറഞ്ഞ പാലസ് ഉണ്ട്, രാജാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് താമസിക്കുക. ജുർഫ് എന്നാണ് മലയുടെ മുകളിൽ, ആ മലയുടെ മേലെ അതിന് മുകളിലുള്ള മസ്ജിദുകളൊക്കെ ശരിക്കും കാണാൻ